നമസ്കാരം സുഹൃത്തുക്കളെ. ഈ ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക? ഭൂമി, സൂര്യൻ, ജീവാണുക്കൾ എന്നിങ്ങനെ പല ഉത്തരങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാകും. എന്നാൽ ഭൂമിയേക്കാൾ പഴക്കമുണ്ട് സൂര്യന്. സൂര്യനേക്കാൾ പഴക്കമുള്ള ഒന്നുണ്ട്. അതേതാണ്? അതാണ് ജലം. ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. ആധുനിക ജ്യോതിശാസ്ത്രം പറയുന്നതനുസരിച്ച് ഭൂമിയിലെ ജലത്തിന്റെ വലിയൊരു ഭാഗം നമ്മുടെ സൗരയൂഥം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളതാണ്. എന്നാൽ ഈ സൗരയൂഥത്തിന് മുമ്പ് വെള്ളം ഉണ്ടായത് എങ്ങനെയാണ്? സൂര്യൻ രൂപപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ സൗരയൂഥം തന്മാത്രാ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ വാതക പൊടി മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. ഇവയിൽ തണുത്തുറഞ്ഞ ഐസിന്റെ രൂപത്തിലുള്ള വെള്ളം അടങ്ങിയിരുന്നു. ഇതിനർത്ഥം സൂര്യന്റെ ഇഗ്നിറ്റർ പ്രത്യക്ഷപ്പെടുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജലതന്മാത്രകൾ ബഹിരാകാശത്തുണ്ടായിരുന്നു എന്നാണ്. ഹെവി വാട്ടർ എന്ന പ്രത്യേക തന്മാത്ര ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ജലത്തിന്റെ പ്രായം നിർണയിച്ചിരുന്നത്. അതിൽ ഹൈഡ്രജന്റെ ഭാരമേറിയ രൂപമായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്നു. ബഹിരാകാശത്തെ വളരെ തണുത്ത അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുന്ന വെള്ളത്തിൽ ഡ്യൂട്ടീരിയത്തിന്റെ സാന്ദ്രത കൂടുതലാണ്. ഭൂമിയിലെ ജലത്തെ ഇന്റർസ്റ്റെല്ലർ ഐസായി താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ കെമിക്കൽ ഘടകങ്ങൾ ഗവേഷകർ അതിൽ കണ്ടെത്തി. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വാതകത്തിന്റെയും പൊടിയുടെയും കൂട്ടിയിടിയിലൂടെയാണ് സൂര്യൻ രൂപപ്പെട്ടത്. ഈ പ്രക്രിയയിൽ ചുറ്റുമുള്ള ജലത്തെ നശിപ്പിക്കാൻ കഴിയുന്നത്ര വലിയ ചൂട് സൃഷ്ടിക്കപ്പെട്ടു. എന്നിരുന്നാലും മഞ്ഞിന്റെ 30% മുതൽ 50% വരെ സൂര്യന്റെ രൂപീകരണ സമയത്ത് നശിപ്പിക്കപ്പെട്ടില്ലെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരാം: ഈ ജലം എങ്ങനെയാണ് ഭൂമിയിലെത്തിയത് എന്ന്. ഇന്റർസ്റ്റെല്ലർ ഐസ് വാൽ നക്ഷത്രങ്ങളുടെയും ചിഹ്നഗ്രഹങ്ങളുടെയും ഗ്രഹവസ്തുക്കളുടെയും ഭാഗമായി മാറി. കാലക്രമേണ ഈ വസ്തുക്കൾ ഭൂമിയുമായി കൂട്ടിയിടിച്ചു. അങ്ങനെ ഗ്രഹത്തിന്റെ രൂപീകരണത്തിന് വളരെ മുമ്പ് തന്നെ നിലനിന്നിരുന്ന ജലം ഉണ്ടായി. ഇന്ന് ഭൂമിയിലെ സമുദ്രങ്ങളിലെ വെള്ളത്തിന്റെ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ബഹിരാകാശത്തു നിന്നാണ് വന്നത്. ഭൂമിയിലെ ജലം സൂര്യനേക്കാൾ പഴക്കമുള്ളതാണെന്ന ആശയം നമ്മുടെ പ്രപഞ്ചം എത്രത്തോളം പുരാതനവും പരസ്പര ബന്ധിതവുമാണെന്ന് എടുത്തു കാണിക്കുന്നു. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഭൂമിയിൽ ഉത്ഭവിച്ചതല്ല, മറിച്ച് കാലങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്ത് നിന്നാണ് വന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.